നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കി. ഈവനിങ് ഡിന്നറും കുറച്ചും കൂടി കടകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എനിക്കൊന്നിവിടെ ആരും മരിച്ച ബോഡി കൊണ്ടുവന്നതാണെന്ന്. ആർട്ടിഫിഷ്യലാണ്. പെരിഡയിലെ ലാസ്റ്റ് സൺറൈസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് നമ്മൾ ഡ്രൈവർ വന്നു. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇപ്പം നേരെ ഉബുദിലോട്ട് പോവുക. ന്യൂസ പെരിഡയിലെ ടൊയാപക്ക എന്ന് പറഞ്ഞ ഫെറി സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് നമുക്ക് സനൂറിലോട്ട് ഫെറി ഉള്ളത്. ഇത്ര രാവിലെ ഫെറി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഏർലി മോർണിംഗ് നമുക്ക് എഴുന്നേക്കേണ്ടി വന്നു. പക്ഷെ ബോണസായിട്ട് നമുക്ക് അതുകൊണ്ടൊരു സൺറൈസ് കാണാൻ പറ്റി. സനൂർ ഹാർബർ വെച്ച് നോക്കുമ്പോൾ ന്യൂസ പെരിഡയിലെ ഹാർബർ നല്ല ചെറുതാണ്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഫെറിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ സനൂർ ഹാർബറിൽ എത്തിയത്. ഹാർബറിൽ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഉബുദിലെ നമ്മുടെ സ്റ്റേയിലെത്താൻ. അങ്ങനെ ഫൈനലി നല്ല ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. സോ ഇത് ഉബുദിലെ നമ്മുടെ ബാലനീസ് റിസോർട്ട്. ടുങ്കയിൻ എന്ന റിസോർട്ടിൻ്റെ പേര്. ഭയങ്കര നാച്ചുറൽ സെറ്റിംഗാണ്, ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട്. അതേപോലെ ഉബുദിലെ മെയിൻ സ്പോട്ടിലോട്ട് ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു റൂമാണ് നമ്മൾ എടുത്തത്. ഓപ്പൺ വ്യൂ ഉള്ള ഒരു ടോയ്ലറ്റും പിന്നെ ഗാർഡൻ വ്യൂ ഉള്ള ഒരു ബാൽക്കണി ഉള്ള ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു റൂമായിരുന്നു അത്. ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ താഴെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലൊക്കെ പോവുക. ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഈ സ്റ്റേയുടെ ഔട്ട്സൈഡ് ആംബിയൻസ് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ബാലനീസ് ട്രഡീഷണൽ ഡെക്കറാ ഫുള്ള്. ഈ ഇരിക്കുന്ന ഫ്ലവർ മാത്രം ആർട്ടിഫിഷ്യൽ ആട്ടോ, ബാക്കിയെല്ലാം നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട്. ചുറ്റും ഫുൾ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെയാണ്. പിന്നെ ഇവിടെ 2 പോണ്ടുണ്ട്, അതിൽ വെള്ളമൊക്കെ ഒഴുകുന്ന സൗണ്ടും കുറേ ഫിഷസൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും പിന്നെ വണ്ടികളുടെ ഒക്കെ ഫ്രണ്ടിലും ഒരു ചെറിയ ബനാന ലീഫ് പോലെ ഒരു ട്രേ ഉണ്ടാക്കി വെച്ചേക്കണ കാണാം. അതിൽ ചോറും ഫ്ലവേഴ്സും പിന്നെ ചിലയിടത്തൊക്കെ ബിസ്ക്കറ്റ്സും വെച്ചേക്കണ കാണാം. അതിൻ്റെ പേര് കനക് സാരി എന്നാ. ഇതൊക്കെ ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിൽ ഇവരെല്ലാം രാവിലെയും ചെയ്യുന്നതാണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ന്യൂസ പെരിഡയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈബായിട്ട് ഉബുദിൽ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഈ സ്റ്റേയുടെ തൊട്ടടുത്ത് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ദ ഹെർബ് ലൈബ്രറി എന്ന് പറഞ്ഞ കഫേയിലോട്ടാണ് നമ്മൾ അടുത്ത പോകുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് 2 നോ ഷുഗർ കോഫി പറഞ്ഞു, ഒരു ബാലനീസും പിന്നെ ഒരു ക്യാപ്പിച്ചിനോയും. 2ൻ്റെയും സൈഡിൽ കുക്കീസ് ഉണ്ടായിരുന്നു. ബാലനീസ് കോഫി ആണെങ്കിൽ കറക്റ്റ് നമ്മുടെ നാടൻ കട്ടൻ കാപ്പിയുടെ അതേ ടേസ്റ്റ്. നോ ഷുഗർ കോഫിയും നല്ല മധുരമുള്ള കുക്കീസും ആയതുകൊണ്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള മധുരമായിരുന്നു അതിന്. കഴിക്കാനായിട്ട് ഒരു ഫ്രൈഡ് ബീഫ് നൂഡിൽസും കൊസം വിത്ത് എഗ്ഗും പറഞ്ഞു. 2ഉം നല്ല ഫില്ലിംഗ് ആയിരുന്നു. അവസാനം ഇന്നത്തെ സ്പെഷ്യലായിട്ട് മെനു കണ്ട ചീസ് കേക്കും വാങ്ങി. ഫ്രോസൺ ആയിട്ടുള്ള ചീസ് കേക്ക് ആയിരുന്നു. അതിൽ കുറേ മാംഗോ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. കുറേ നേരം ആസ്വദിച്ചിരുന്ന് ഈ ചീസ് കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ഉബുദ് മാർക്കറ്റിലോട്ടാണ്, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ മാർക്കറ്റിലോട്ട്. നല്ല ബിസി ആയിട്ടുള്ള സ്ഥലം ഉബുദ് മാർക്കറ്റ്. കുറേ സ്റ്റോൾസൊക്കെ ഉണ്ട്, ഒത്തിരി ഐറ്റംസും പർച്ചേസ് ചെയ്യാം. നമ്മളവിടെ കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്തു. വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയ സ്പോട്ടാണ്, സമയം പോകുന്നതേ അറിയത്തില്ല. പുള്ളിക്കാരി നിർത്തത്തില്ല. നമ്മളെ ഈ ടീ പോലെല്ലാം കുറച്ചുകൂടി ചീപ്പായിട്ട് ഇടും. സോ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കി. പക്ഷെ ചീറ്റിപ്പോയി. 1 AUD നമ്മൾ ചോദിച്ചത്, പക്ഷെ അത് ഭയങ്കര ചീപ്പാണല്ലോ. പക്ഷെ ആ സ്കേർട്ട് അത്ര അതിനുള്ളതില്ല. പുള്ളിക്കാരി ഇപ്പൊ ഇവിടെ കിടന്ന് കാറിക്കൊണ്ടിരിക്കും. ഇവര് $1 ചോദിച്ചു, $1 നിനക്ക് മൂളയുണ്ടോ? പക്ഷെ നമ്മളെന്തായാലും അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, എനിക്കത് അതിനുള്ളതില്ല. ഡെമോയില് കിട്ടും $2. ഇതൊക്കെ കെട്ടിച്ചോണ്ടാണ് നമ്മൾ പോകണം.
ഇനി ഡോളർ കണക്കെ പറയും. നമ്മൾ ഇന്ത്യ നാട്ടോ നിൽക്കുന്നത് 100 എന്ന് പറഞ്ഞ 10 ഡോളർ. എന്തെങ്കിലും വേണോ? രീതിയിലേക്ക് വന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ടെമുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ടെമു എല്ലാത്തിനും ലാഭമാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണല്ലോ. ഇവിടെ കുറച്ച് ഷോപ്സ് കണ്ടു. നമുക്ക് ഒരു ഷോർട്സ് വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. ഞാൻ അടുത്ത ദിവസത്തോട്ട് ഇടാൻ വേണ്ടി എനിക്ക് ഷോർട്സ് ഇല്ല. ടോപ്പ് ഉണ്ട്, പക്ഷെ ഷോർട്സ് ഇല്ല. നമുക്ക് ഷോർട്സ് പർച്ചേസ് ചെയ്യാം. അങ്ങോട്ട് പോകണം. നമ്മളിപ്പോൾ ഉബുദ് ആർട്ട് മാർക്കറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവർക്ക് നന്നായിട്ട് ഷോപ്പ് ചെയ്യാം. അവരെല്ലാം നല്ല കയറ്റി വെച്ച് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് അത് ബാർഗെയിൻ ചെയ്ത് ഞങ്ങളെല്ലാം 100K IDR ഒതുങ്ങുന്ന രീതിയിൽ ബാർഗെയിൻ ചെയ്ത് എത്തിച്ചു. അവരൊരു 450K വെച്ച് അവർ തുടങ്ങുള്ളൂ. പക്ഷെ നമ്മളത് പറഞ്ഞ് കുറപ്പിക്കണം. നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ 700K, ഒരിക്കലും അതിന് അത്രയും പറയത്തില്ല. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് എല്ലായിടത്തും സക്സസ്ഫുൾ ആവത്തില്ല. പക്ഷെ നമ്മൾ പറയുന്നതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ തിരിച്ച് പോരുമ്പോൾ അവർ തന്നെ നമ്മൾ വിളിക്കും. സോ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോയി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ബാർസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. നമ്മൾ ഫസ്റ്റ് പോയത് ഉബുദിലെ ദ ജംഗിൾ ക്ലബിലോട്ടാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ വലിയ ഏഞ്ചൽ വിങ്സാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പോട്ട്. അവിടെ വരുന്ന എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ച് നേരം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ എൻട്രൻസിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ എൻട്രി ഫീസ് ഉണ്ടെന്ന്. പക്ഷേ ഈ നമ്മൾ പേ ചെയ്യുന്ന ഫീസ് നമ്മളവിടെ നിന്ന് വാങ്ങുന്ന ഫുഡിനും ഡ്രിങ്ക്സിനൊക്കെ നമുക്ക് റെഡീം ചെയ്തെടുക്കാം. ഒരു മിനിമം സ്പെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. അവിടെ എത്തിയപ്പോഴത്തേക്കും രാവിലെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ദഹിച്ചായിരുന്നു എന്ന് തോന്നുന്നു. നല്ല വിശപ്പായിരുന്നു. സോ നമ്മൾ ഒരു ബർഗറും ഒരു പിസ്സയും പിന്നെ 2 ബിങ് ടാങ്ങും പറഞ്ഞു. ഫുഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവും ആയിരുന്നു. പക്ഷെ അതനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര മോശമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ആവറേജ് അത്രേ തോന്നുള്ളൂ. അതിന് നല്ല ടേസ്റ്റുള്ള കടകളിൽ നിന്ന് നമ്മൾ ഇതിന് മുന്നേ സെമിനിയാക്ക് ഏരിയ എന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നിന്ന് ഇരുന്നിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. നേരെ ഇൻഫിനിറ്റി പൂളിലോട്ടുള്ള വ്യൂ ആണ് നമുക്കുള്ളത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ റിസോർട്ട് മൊത്തം ഒന്ന് കാണാൻ കരുതി പതുക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറി. ഫുൾ ബാമ്പു വെച്ച ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 3 സ്റ്റോറീസ് ബിൽഡിംഗ് ആയത്. മൊത്തം ഒരു ബാമ്പു സ്ട്രക്ചറിൽ. കുറച്ച് ടോപ്പിലോട്ട് ചെന്നപ്പോൾ ഒരു ഇച്ചിരി പേടിയൊക്കെ തോന്നി. കാരണം നല്ല ഹൈറ്റിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് കയറാനും ഉണ്ടായിരുന്നു. എല്ലാ ഫ്ലോറിലും സീറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ അത്യാവശ്യം കുറേ നടന്ന് ഏറ്റവും ടോപ്പിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു. കാരണം ബിൽഡിങ് നല്ല ഹൈറ്റിലായിരിക്കണം. അത്രയും ടോപ്പിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. നേരെ കാണുന്ന വ്യൂ ആണെങ്കിൽ പാടി ഫീൽഡിലോട്ടുള്ള വ്യൂ. പിന്നെ താഴത്തോട്ട് നോക്കിയിട്ട് റിവർ ഒഴുകുന്ന കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഇൻഫിനിറ്റി പൂള്. മൊത്തത്തിൽ ഇത് 3 കൂടിയുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മളുള്ളത് കസോവാരി റെസ്റ്റോറൻറ്റിലാണ്. ഇത് വെറും ഒരു ഫുഡ് സ്പോട്ട് മാത്രമല്ല, ഇവർക്ക് സ്വന്തമായിട്ട് സ്റ്റേയും സൂ ഏരിയയും പിന്നെ കുറേ ആക്ടിവിറ്റീസും ഈവൻ സ്പാ സെക്ഷൻസും വരെ ഇവർക്കുണ്ട്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് ഒരു നാച്ചുറൽ വെല്ല് കാണാനാണ്. ഇതാ ഞാൻ പറഞ്ഞ ആ സ്പോട്ട്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വെള്ളം ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഭയങ്കര ഉറവയൊക്കെ വരുന്ന ഒരു സ്ഥലം. ഇവർ ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ട് ആ സ്ഥലം. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ അവരുടെ ഫുഡ് ട്രൈ ചെയ്തു. നമുക്കൊരു ഓപ്പൺ സീറ്റിംഗ് ഏരിയ കിട്ടിയത്. ഓൾറെഡി നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഒത്തിരി ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ആകെ പറഞ്ഞതൊരു ഡംപ്ലിങ്ങും ഒരു ഫ്രൂട്ട് സാലഡുമാണ്. രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണസ്റ്റ്ലി ഞാനിവിടെ ആൾക്കൂട്ടം കണ്ടപ്പോൾ വിചാരിച്ചത് 5 മണിയായി, സൂ ഒക്കെ ക്ലോസ് ആയി, എല്ലാ സ്റ്റാഫും വീട്ടിൽ പോണതാണ്. പക്ഷേ ഇതിവരൊരു ഡെഡ് ബോഡി കൊണ്ട് പോകുന്നതാണ്. എല്ലാവരും ട്രഡീഷണൽ കോസ്റ്റ്യൂം സരോങ്ങൊക്കെ ആയിരുന്നു ഇട്ടായിരുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് വന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ നനഞ്ഞ് നല്ല രസമായിട്ട് ഇരിക്കുക. ഫുൾ പച്ചപ്പും ഇങ്ങനെ എല്ലാ ഇലകളിൽ നിന്നും ഇങ്ങനെ മഴ വീണുകൊണ്ടിരിക്കും. ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ്
ടൈമാണ് ഇവിടെ ബാലിയിൽ മഴ പെയ്യുന്നത് കാണുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉബുദിലായിരിക്കും കുറച്ചും കൂടി മഴ കൂടുതലുള്ള സ്ഥലം, കാരണം നല്ല പച്ചപ്പുണ്ട്. എനിവേസ് അങ്ങനെ നമ്മൾ ബാക്ക് ടു നമ്മുടെ റൂമിൽ വന്നു. നമ്മളപ്പോൾ വൈകിട്ട് മഴയൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഇപ്പം ഈവനിങ് ഡിന്നറും കുറച്ചും കൂടി കടകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഉബുദ് സിറ്റി നൈറ്റ് ടൈമിൽ എങ്ങനെ ഇരിക്കുന്നത് നോക്കാമെന്നോർത്ത് ഒരു വോക്കിന് പോവാം. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം പുറകിൽ എന്തോ ഒരു ബാലനീസ് ആർട്ട് ഫോം കാണുന്നുണ്ട്. എന്തൊരു ഡാൻസ് ഐറ്റമാണ്. നമുക്കിപ്പോൾ കണ്ടുനോക്കാം. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറി. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആർട്ട് ഫോം. നമുക്ക് സീറ്റ് നോക്കാം. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സീറ്റ് നോക്കിയിരിക്കാം. ഡാൻസ് നന്നായിട്ട് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് പിടിച്ച് നമ്മളിരുന്നു. അവരപ്പോൾ ഓഡിയൻസിന് ഇങ്ങനെ ആൾക്കാരെ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിളിക്കില്ലേ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ താഴത്തോട്ട് നോക്കിയിരുന്നപ്പോൾ കറക്റ്റായിട്ട് തന്നെ വിളിച്ചു. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതെന്താന്ന്. അപ്പം നോ പറയണമെന്നുണ്ട്. പക്ഷേ ഇവർ ഭയങ്കര ഹമ്പിളായിട്ട് നമ്മൾ വിളിക്കട്ടെ, നമുക്ക് ഒട്ടും നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അവരുടെ ഒപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് ഓട്ട ഷോട്ട്സും വാങ്ങി. പിന്നെ ഒരു ക്രിസ്പി ഡക്ക് വിത്ത് റൈസും പറഞ്ഞു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം വന്നൊരു ചട്നി, സമ്പൽ എന്ന് പറഞ്ഞ ചട്നി നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ വെജീസ് അത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ തോരൻ്റെ അതേ ടേസ്റ്റാണ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡാൻസ് സെക്ഷൻ കഴിഞ്ഞ് അവിടെ പാട്ടിൻ്റെ റൗണ്ടായിരുന്നു. സോ അവർ കുറച്ച് ഹിന്ദി പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇതിലിടാട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്തൊരു പൂൾ ഏരിയ ഉണ്ട്. കുറച്ച് ടൈം ആ പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ടു നമ്മുടെ ഹോട്ടലിലോട്ട് വിട്ടു.